2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് മനസമാധാനം ലഭിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയൊക്കെ ശല്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ വീട് നിർമ്മാണം പൂർത്തിയാകാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അതിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. അടുത്ത മാസം താമസിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം അലഞ്ഞ് പല ഓഫീസുകളും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന ആ ഒരു സ്ഥിതി മാറിക്കിട്ടുന്നു. കാര്യങ്ങളെല്ലാം വേഗം നടന്നു കിട്ടുന്നതിലേക്ക് വേണ്ടി സാധിക്കുന്നു. നിങ്ങൾക്കുള്ള ന്യായമായിട്ടുള്ള പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ ധനപരമായി ധാരാളം നേട്ടങ്ങൾ നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ മാസത്തില്. അതുപോലെ തന്നെ നല്ല ഗുണം കിട്ടുന്ന നിക്ഷേപ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യാപാരമോ വ്യവസായമോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് വേണ്ടി ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി വീട് പണിയാവുന്നതിനും വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വീടിന്റെ പെർമിറ്റ് കിട്ടുന്നതിനും മറ്റുള്ള എല്ലാം അപ്രൂവൽ കിട്ടുന്നതിനും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അത് വളരെയധികം നല്ല ഒരു സമയമാണ്. ശ്രമിച്ചാൽ ആ കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും പറ്റിയൊരു സമയമാണ്. അതിലേക്ക് വേണ്ടുന്ന ആലോചനകൾ ലൈസൻസ് എല്ലാം റെഡിയാക്കി വെക്കുക. അടുത്ത മാസം തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ എവിടെ ചെന്നാലും ഇപ്പൊ വീട്ടിലിരുന്നാൽ മനസ്സമാധാനം കിട്ടൂല, ഓഫീസിലിരുന്നാൽ കിട്ടില്ല, എന്നാൽ ഒരു ടൂർ പോകാം, അങ്ങനെ പോയി അവിടെ ചെന്നാലും മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത് മാറിക്കിട്ടുന്നു. എവിടെ ചെന്നാലും അവർക്ക് ഈ മാസം മുതൽ സുഖം മനസ്സമാധാനം ലഭിക്കുന്നു. സർക്കാരിൽ നിന്നുമുള്ള പ്രതികൂല നടപടികൾ, ചിലർക്ക് ജപ്തി വരാം, അല്ലെങ്കിൽ ടാക്സ് സംബന്ധിച്ച് ഇങ്ങനെ അടിക്കടി നോട്ടീസൊക്കെ വരാം, അതെല്ലാം ഈ മാസം ഒന്ന് ഒഴിവാക്കി കിട്ടുന്നു. അതുപോലെ കള്ളന്മാരുടെ ശല്യങ്ങൾ, ഏതെങ്കിലും രീതിയിൽ മോഷണോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കള്ളന്മാര് സാമൂഹ്യ വിരുദ്ധരോ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് CCTV വഴി അതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ മറ്റുള്ള രീതികളിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കുന്നു. അതുപോലെ മാനസിക വിചാരങ്ങളായ ഡിപ്രഷൻ മുതലായവ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതെല്ലാം കുറഞ്ഞു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ പല രോഗങ്ങളാലും കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പല വിലയേറിയ സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അത് വിശേഷിച്ചും ഈ ഗർഭിണികളായ അവർക്ക് ഗർഭം വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അലസി പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു അബോർഷൻ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ചില രോഗങ്ങളും കഷ്ടപ്പാടുകളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അവിവേകം, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമോശം കാണിച്ചാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായ തിരിച്ചടി വരുന്ന ഒരു സമയമാണ്. മതപരമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നിങ്ങൾ കൂടുതൽ ആകണം. അതെല്ലാം പൂജയും കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തണം. അത് ഒഴിവാക്കരുത്. ഈ മാസം ഏറ്റവും പറ്റിയ മാസമാണ് ഈ മാസം. ഇനി ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യം ഒരുവിധം തൃപ്തികരമാകുന്ന ഒരു സമയമാണ്. അതുപോലെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ, ആഭരണങ്ങൾ ആയിട്ട് സമ്മാനം ലഭിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഭൂമിയും വീടും ഒക്കെ ലഭിക്കുന്നതിന്, കുടുംബത്തിൽ ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാഗം വെച്ച് അതിന്റെ ഓഹരി, കുടുംബത്തിന്റെ ഓഹരി കിട്ടുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വാങ്ങുന്നതും ആയിരിക്കാം. എന്തായാലും ഒരു യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഈ കുട്ടിക്ക് കാണുന്നില്ല. തുടർ വിദ്യാഭ്യാസത്തിനും തടസ്സങ്ങളൊന്നുമില്ല. കുട്ടിയും ബന്ധുക്കളും ഒരിക്കലും വാദപ്രതിവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ കേസിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പണം ചെലവും മറ്റുള്ള ചെലവുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥം വഴിയൊക്കെ പരിഹരിക്കാൻ നോക്കുക. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് തടസ്സങ്ങൾ കാണുന്നില്ല. എല്ലാം കൊണ്ടും ഒരു പരിധിവരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വീട്ടുകാർക്ക് മേലധികാരികളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ചില രോഗങ്ങളും അനിഷ്ടതകളും ഈ കുട്ടിക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. അമിതമായ കോപം അടക്കേണ്ടതാണ്. വിദ്യാലയത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഈ കുട്ടി സ്വന്തം കാര്യം മാത്രം നോക്കി
പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ പഠിപ്പിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സം വരാം. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നമൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ആ ലഭിച്ച തൊഴിലിൽ നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില ആൾക്കാർക്ക് വിദേശ പഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില അവസരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാമെങ്കിലും വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല. ചിലർക്ക് ഈ സമയം പ്രേമം തോന്നാനും അത് വിവാഹത്തിലേക്ക് നയിക്കാനും സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സ്നേഹബന്ധങ്ങൾ, അതായത് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനുള്ള യോഗവും ഉണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകുന്നു. അതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിലപ്പെട്ട രേഖകൾ മോഷണം പോകാതെ സൂക്ഷിക്കുക. 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കല്. കാരണം അത് പരാജയ സാധ്യത കൂടുതലാണ്. എന്നാൽ സ്വന്തമായി ഒരു പുതിയ രീതി, ഒരു ശൈലി നേടുന്നത് നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുവഴി വൻപിച്ച സാമ്പത്തിക നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾ തേടി വരുന്നു. അല്പം വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് പിന്നീട് നിങ്ങൾ വരാൻ പോകുന്ന അപവാദങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. 35 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ കഠിനാധ്വാനം വരുന്നതിന് ഒരു സമയം ആണിത്. എങ്കിലും സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകാം. തൊഴിൽശാലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം പരിഹരിച്ചു വേണം മുന്നോട്ട് പോകാൻ. അന്യദേശവാസം കാണുന്നുണ്ട്. ചിലർക്ക് ജോലി സംബന്ധിച്ച് വിദേശത്തേക്ക് പോകുന്നതിനും ചിലര് വിദേശത്ത് പോയി വ്യാപാരം നടത്തുന്നതിനുമുള്ള സാധ്യത കാണുന്നു. വീടും ഭൂസ്വത്തും ഈ സമയം ഉണ്ടാകാൻ ഒരു യോഗമുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ സാമ്പത്തിക ഞെരുക്കം ഈ സമയം വരുന്നില്ല. അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചികിത്സ നടത്തി സുഖം പ്രാപിക്കുന്നു. 53 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് ദാനാദി ധർമ്മങ്ങൾ നിങ്ങൾ മനസ്സോടെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, അവാർഡുകൾ, ബഹുമതികളൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചില അത്യാഗ്രഹികൾ മറ്റും നിങ്ങളുടെ പേരിൽ കേസുകൾ കൊടുക്കുന്നു. നിങ്ങളുടെ ഈ വളർച്ച മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് അവര് പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതെല്ലാം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ വിജയം നിങ്ങൾക്ക് തന്നെയാകുന്നു. ധാരാളം ധനവും മറ്റ് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് താൽക്കാലികമായിട്ടെങ്കിലും വളരെ ഉന്നത പദവിയുള്ള അധികാരമുള്ളൊരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സർക്കാർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അതിൽ മുദ്ര വെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. 69 വയസ്സ് മുതൽ 88 വയസ്സ് അതിന് മുകളിലോട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില വാതരോഗങ്ങൾ വരാം. പല രീതിയിലുള്ള വാതരോഗങ്ങളുണ്ട്. അതിനുള്ളൊരു സാധ്യത കാണുന്നു. സ്വഭവനത്തിൽ നിന്നും മാറി താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സമൂഹത്തില് ചിലർക്കൊരു നേതൃത്വ സ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കുന്നു. ചിലര് അടിക്കടി പല രീതിയിലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നു. അത് കൂടുതൽ കാണുന്നെങ്കിൽ നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ആ സ്വപ്നം വിശകലനം ചെയ്ത് നോക്കേണ്ടതാണ്. ചിലര് ആത്മീയതയിലേക്ക് തിരിയുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം, അതായത് സൂര്യനും ഗുരുവും വ്യാഴനും അതായത് ഗുളികനും ചേർന്നിട്ടുള്ള ഒരു യോഗം വരുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ആദ്യം ചില തടസ്സങ്ങൾ ചിലർക്കുണ്ടാക്കും, എല്ലാവർക്കുമല്ല. പക്ഷെ ആ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിലൂടെ വൻ വിജയം നേടാനായിട്ട് അവർക്ക് യോഗമുണ്ട്. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. അതുമൂലം വളരെയധികം ധനവും പ്രശസ്തിയും അവർക്ക് ലഭിക്കുന്നു. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും അവർക്ക് ലഭിക്കുന്നു. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനം മൂലം ചില സമയങ്ങളിൽ ഇതെല്ലാം ലഭിച്ചതുകൊണ്ട് അഹങ്കാരം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നു. ഏത് സുഖത്തിനോടായിരുന്നാലും അതിന് ആർത്തി കുറഞ്ഞ് ആത്മീയതയിലേക്കും തത്വചിന്തയിലേക്കും താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബന്ധങ്ങളിലെ വിള്ളലുകൾ, അതായത്
പ്രണയബന്ധത്തിലായിരുന്നാലും ദാമ്പത്യത്തെ ആയിരുന്നാലും കേതുവിന്റെ സാന്നിധ്യം ചിലരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. പങ്കാളിയുമായി അകൽച്ച വരാനോ പിരിഞ്ഞ് ബന്ധം ഏർപ്പെടുത്താനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് വിവാഹ മോചനം നടത്താനോ പ്രേമബന്ധം അവസാനിപ്പിക്കാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. മാനസികമായി ആശയക്കുഴപ്പം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കാൻ ചിലർക്ക് താല്പര്യമുണ്ടാകാം. എന്നാൽ അടുത്ത നിമിഷം തന്നെ അത് വേണ്ട, അതിൽ നിന്ന് വിട്ട് മാറി ആത്മീയ ചിന്തകൾ തമ്മിൽ മനസ്സിൽ വരും. അങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഒരു സംഘർഷം ഉള്ളതിനാല് വലിയ പ്രശ്നം ചിലർക്കുണ്ടാകുന്നു. ധനപരമായി ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നു. പണം പല രീതിയിലും വന്നു ചേരും എങ്കിലും അനാവശ്യങ്ങൾക്കായി ഈ പണം ചെലവഴിച്ചു പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തികമായ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ളവർക്ക് കലാവാസനയോ സാഹിത്യവാസനയോ ഏത് തരം സൃഷ്ടികളായിരുന്നാലും അവർക്ക് അതില് വളരെയധികം ഉന്നതിയിലെത്താൻ സാധിക്കുന്നു. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ ഈ യോഗം മനസ്സിനെയും ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു യോഗവും കൂടിയാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് അത് കൂടുതലാകാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്കാണ്. ഏതു കാര്യത്തിലും വ്യക്തമായ തീരുമാനം എടുക്കാൻ സാധിക്കാതെ ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് ഇവർക്ക് കാണുന്നത്. അതുപോലെ സംശയ സ്വഭാവം വരാം. അതായത് ചുറ്റുമുള്ള ആളുകളെയും അവര് കണ്ട സാഹചര്യങ്ങളെയും സംശയത്തോടെ മാത്രം വീക്ഷിക്കേണ്ട ഒരു സ്വഭാവം വളരാനുള്ളൊരു സാധ്യത സംശയാലുക്കളായ ആൾക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ഉറക്കക്കുറവ്, വിഷാദം, ദേഷ്യം എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതുക. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.